Severovayan. ஐயோ சின்ன வீரன் ஏன்னா സമയം ഉച്ച കഴിഞ്ഞൊരു 3 മണിയായി വന്നി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വലയിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. നമസ്കാരം, എല്ലാവർക്കും ലോങ് ടാങ്കിൽ നെറ്റ് ബോർഡിലെ ഡീപ് സീ ഫിഷിംഗ് വീഡിയോൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ തൂത്തുക്കുടി തറവേക്കുളം ഭാഗത്തേക്കാണ് ഓടിപ്പോണത്. അപ്പോൾ പോണ വഴിക്കുള്ള നമ്മുടെ വലയിടലാണ്ടത്. ഇത് അവസാനത്തെ വലയിടലാണ്, കാരണം നമ്മളിപ്പോൾ കരയിലേക്കാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോനകത്ത് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു 30-32 ദിവസം പഴക്കമെത്തിയ മീനാണ് ഞങ്ങൾ കഴിക്കണേന്ന്. ഒരിക്കലുമല്ല. ഈ ബോട്ടിനകത്ത് നല്ല മീനുണ്ടാവും, അതുപോലെ തന്നെ ചാപ്പ മീനുണ്ടാവും. ചാപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉടഞ്ഞ മീനുകളൊക്കെ, ആദ്യമേ പിടിച്ച മീനുകളൊക്കെ ഉടഞ്ഞ മീനുകളായിരിക്കുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുള്ളൂ. ബാക്കി ഉള്ള മീനുകളെല്ലാം നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിത്തീറ്റ, പിന്നെ അതുപോലെ തന്നെ വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചാപ്പക്ക് വന്ന മീൻ, അതായത് ഈ വയറ് പൊട്ടിയതും അതുപോലെ കുറച്ച് പഴക്കം ചേർന്ന മീനുകളെല്ലാം പോണത് ചാപ്പക്കാണ്ട. അപ്പോൾ ബോട്ട് മുന്നോട്ട് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം സ്പീഡ് വെച്ചാണ് നമ്മൾ പോണേട്ടോ. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ആയിപ്പുണ്ട് കേട്ടോ. നല്ല നീലക്കടലാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾ ഒരിക്കലും ബോറടിപ്പിക്കില്ല. നല്ല അടിപൊളി കാഴ്ചകളാണുള്ളത്. കടലിൽ ചാടണതും ആമനെ കിട്ടണതും അതുപോലെ തന്നെ പല വെറൈറ്റി മീനുകൾ കിട്ടുന്നത് കേട്ടോ. ഇന്നത്തേക്ക് 29ാമത്തെ ദിവസം കേട്ടോ കടലിൽ വന്നിട്ട്. ഈ 29 ദിവസവും കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ കാണാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനെല്ലാം പറ്റിയിട്ടാ. പിന്നെന്താ പറയുക, ഒരു 25 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായിരുന്നു കടലിൽ വെച്ച്. പക്ഷെ ഇപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം വിട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമൂട്ട. ഈ മീൻ കണ്ട, ഇതാണ് ആഴക്കടലിൽ കിട്ടുന്ന പുന്നാര മീനിട്ട, അതായത് നമ്മുടെ താവുപാരാന്ന് ഇവർ പറയും. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പെല്ലാം ഇട്ടിട്ട് കയറിൽ ഇങ്ങനെ കെട്ടി വെക്കണം. എന്തിനാന്നാ, ഉണക്കാനായിട്ട്. ഇപ്പോൾ ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ നേരത്ത് ഈ ഉണക്കമീൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചീത്താവില്ല, അങ്ങനെ പെട്ടെന്ന് ഉണക്കമീൻ ചീത്താവില്ല. അപ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. നല്ല ടേസ്റ്റാണ് ഈ താവുവാര അല്ലെങ്കിൽ പുന്നാര മീൻ എന്ന് പറയുന്നത്. പല മീനുകൾ ഉണക്കിയിട്ടുണ്ട്. താവുവാര മാത്രമല്ല, പന്നിക്കോലാൻ്റെയൊക്കെ ചെറുത് കിട്ടുമ്പോൾ അതും, പിന്നെ നമ്മുടെ ഓലക്കൊടീൻ്റെ ചെറുത് കിട്ടുമ്പോൾ അതെല്ലാം ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബോട്ടിനകത്ത് ഈ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും, കാരണം അത്രയ്ക്ക് നല്ല വെയിലാണ് അടിക്കുന്നത്. ബോട്ടിൻ്റെ സൈഡിൽ ഇതുപോലെ കമ്പിയിൽ ഇങ്ങനെ കെട്ടിയിടും. പിന്നെ അതുപോലെ വീൽ ഹൗസിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കോട്ടെ. കടലിലേക്ക് വന്ന ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് പാലുണ്ടാവണതിൻ്റെ പേരിൽ പാലിച്ചായ ആയിരിക്കുള്ളൂ ഫുൾ ടൈം. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും അത് തീരും. പിന്നെ നമുക്ക് ഫുൾ ടൈം കട്ടൻ ചായ ആയിരിക്കും. കട്ടൻ ചായയിൽ ഇതുപോലത്തെ ചിപ്സും അതുപോലെ ഈ മിച്ചറൊക്കെ ഇട്ടാണ് കുടിക്കുന്നത് ഒരു മെയിനായിട്ട്. കടലിൽ പറക്കണ മീനുണ്ട്, അതും പറച്ചാള. കുറേ നേരമായത് ഇവൻ്റെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കണം. അങ്ങനെ അവസാനം കിട്ടിയടേ പറന്ന് എത്ര ദൂരമാണ് പോണേന്ന് നോക്കിയേക്കണ്ട. ഇഷ്ടം പോലെ ബോട്ട് ഓടിപ്പോകുമ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോ നോക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 4:30-5 മണിയായപ്പോഴേക്കും നമ്മൾ വലയിടാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം വലയിടുന്നു വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റ് വല നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ 5 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും നമ്മൾ ഫുള്ള് വലയിട്ട് കഴിയോട്ടെ. മുകളിലുള്ള വല ഇറക്കാൻ നേരത്ത് സുഖമാണ്, കാരണം നമുക്കധികം കുനിയേണ്ട വന്നില്ല. ഈ മുകളിലുള്ള വല ഇറക്കി അതിങ്ങനെ തീർന്ന് വരുമ്പോൾ പിന്നെ കിടക്കണ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് വേണം ഇങ്ങനെ വലിച്ചിടാനായിട്ട്. അപ്പോൾ കൂട്ടബോട്ട് ഓടി വന്നിട്ടുണ്ട്, അവരും വല വെക്കാനായിട്ട് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ സ്രാങ്ക് ഇവിടെ അതേ ബോട്ട് ജസ്റ്റ് കീറൊന്ന് തട്ടിയിടുള്ളൂ നമ്മൾ വലയിടുന്ന സമയത്ത്. അപ്പോൾ ഈ വലയിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല ഈ കാണുന്ന മൊത്തം വലയിടുന്നത്. ഇവർ 2 സെറ്റായിട്ടാണ് മാറുന്നത്. അങ്ങനെ 2 സെറ്റായിട്ട് മാറി വാശിക്കാണ് പിന്നെ വല ഇറക്കി വിടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വല ആരിറക്കുമെന്നുള്ള, ഏത് ടീം ഇറക്കുമെന്നുള്ള ഒരു ഇതിലാണ് അവർ വല ഇറക്കുന്നത്. വല ഇറക്കുമ്പോൾ നമ്മൾ ബോയ പോകണം നോക്കണം, പിന്നെ വല നല്ല രീതിയിൽ പോകണ്ടെന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആദ്യം വല ഇറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കുള്ളൂ. അപ്പോൾ ആ വെയിൽ നമ്മൾ നോക്കണം. ഈ ടൈമിൽ വല ഇറക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചൂരക്കുഞ്ഞുങ്ങൾ, അതായത് കുടുതക്കുഞ്ഞുങ്ങളില്ലേ, അത് ഇഷ്ടംപോലെ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ കിടന്ന് ഒരു കൂട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച് വലയെ കയറുന്നു, പക്ഷേ ഇവന്മാർ വലയെ കയറില്ല. നമ്മുടെ
ഡീപ് സീ അല്ലേ, ഇത്രയും മീൻ കൂട്ടങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ നേരത്ത് ചില കൊമ്പന്മാർ ഇതിനെ പിടിക്കാൻ വേണ്ടി അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കി തക്കം ഭാഗത്ത് നിൽക്കണ്ടാവും. ചിലപ്പോൾ അവന്മാർ നമ്മുടെ വലയെ കുടുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വലയിട്ടിരിക്കുകയല്ലേ, വല കയറി കഴിയുമ്പോൾ നോക്കാം ഏതൊക്കെ കൊമ്പന്മാർ നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:30 7:45 പക്ഷെ നിങ്ങൾക്ക് അറിയണ്ട, വൈകുന്നേരം ഒരു 5 മണി 5:30 ഫീലല്ലേ കടലിൽ ഇങ്ങനെയുണ്ടാ. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യങ്ങളിലൊന്നാണ്ടത് 7:30 മണിക്കും ഡീപ് സീൽ ഇതുപോലെ വെട്ടുമുണ്ട്. പക്ഷെ ഇതുവരെയും ഞാൻ കടലിൽ പോയിട്ട് ഇത്രയും ആഴക്കടലിൽ ഞാൻ വന്നിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഇവരുടെ ഒപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടതിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ഒന്നാണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വലർക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ. നോട്ടിക്കൽ മൈൽ ദൂരെയോളം നമ്മുടെ വലകൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതിനെല്ലാം ഒരു സിഗ്നലായിട്ട് നമ്മൾ ഒരു മിന്നിയും ഇങ്ങനെ കെട്ടിയിടുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങറ്റം വരെയും ഇങ്ങനെ രാത്രിയിൽ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കൂട്ടബോട്ടല്ലാണ്ട് വേറെ ബോട്ടുകളില്ല. സൂര്യൻ പോയി ചന്ദ്രൻ വന്ന് ഹാഫ് മൂണാണ്ട വന്നേക്കണ്. കൂട്ടത്തിലൊരു നക്ഷത്രം അവിടെ ഇവിടേക്ക് ഉണ്ട്. നക്ഷത്രത്തിൻ്റെ ഫോട്ടോ എത്ര എടുക്കാൻ നോക്കിയിട്ടും എനിക്ക് പറ്റില്ല. എന്താ ഭംഗിയെന്നറിയോ അത് കാണാനായിട്ട്. വലയിട്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി വലയിട്ട് കഴിയുമ്പോൾ വലയുടെ ഒരറ്റത്ത് നമ്മുടെ ആങ്കർ റോപ്പ് കെട്ടും. ആ ആങ്കർ റോപ്പും പിന്നെ ഇപ്പുറത്തെ റോപ്പിൻ്റെ അറ്റം നമ്മുടെ ബോട്ടിലും കെട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വലടൊപ്പം ഒഴുകി നടക്കും. കാറ്റുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരച്യൂട്ട് ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒഴുകിപ്പോണേനും കുറച്ചേ ഒഴുകിപ്പോളൂ. വെള്ളം പിടിച്ചിങ്ങനെ നിർത്തണതിൻ്റെ പേരിൽ അതിൻ്റെ ടെക്നിക്ക് അങ്ങനത്തെയാണ്. ഇവിടെ നമുക്ക് ആങ്കർ ഇടാൻ പറ്റില്ല, കാരണം ഇവിടെ താഴെ നമ്മൾ വിചാരിക്കണതിലപ്പുറമാണ് നമ്മുടെ റോപ്പും അതുപോലെ ആങ്കറൊന്നും കടലിൻ്റെ അടിത്തട്ടിൽ എത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവേണ്ട. രാത്രിയിലത്തേക്ക് കഴിക്കാൻ ലെമൺ റൈസും പിന്നെ ഉച്ചക്ക് വെച്ച മീൻകറി ഉണ്ട്, അത് ചൂരക്കറിയുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ വൈകിട്ട് വെച്ച കൂട്ടുകറി, അത് നമ്മുടെ പന്നിക്കോലാൻ്റെ കൂട്ടുകറി ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇടയ്ക്ക് എൻജോയ്മെൻ്റ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതേ പന്നിക്കോലാൻ്റെ കൂട്ടുകറിയും പിന്നെ ലെമൺ റൈസും അതുപോലെ തന്നെ മീൻകറി വേണ്ടവർക്ക് മീൻകറി ഇടുക. ഇതെല്ലാം കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കണത്. അപ്പം ഞാനും നാഗരാജും കൂടിയും ഒരു പ്ലേറ്റിലാണ് കഴിക്കുന്നത്. എനിക്കും കൂടിയും വേണ്ടിയിട്ടുള്ള ഫുഡ് അവൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണം എടുത്തിട്ട് നേരെ ബോട്ടിൻ്റെ മുൻവശത്തേക്ക് വന്നിട്ട് എല്ലാവരും, അതായത് ബോട്ടിൻ്റെ അണിയത്ത് അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മീൻകറി ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾ ആ ഒരു പന്നിക്കോലാൻ റോസ്റ്റ് അല്ലെങ്കിൽ അത് കൂട്ടുകറി വെച്ച് മാത്രമാണ് എടുത്തത്. എല്ലാവരും അവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങാനായിട്ടുള്ളതാണ്. കാരണം 2 മണി 3 മണിയാകുമ്പോഴേക്കും വല പിടിക്കുന്നുണ്ട്. കടലിലേക്ക് വന്നപ്പോൾ തൊട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കറക്റ്റ് അല്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കും. അപ്പോൾ തൊട്ടടുത്തേ കൂടി ഒരു കപ്പൽ ഓടിപ്പോണേണ്ടി കാണുന്നത്. പക്ഷെ ഇതുപോലെ കപ്പൽ ഓടിപ്പോകുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരം ഉണ്ടാകും നമ്മുടെ വല കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എല്ലാ വലയുടെ എൻഡിലും നമ്മൊരു GPS ലൊക്കേഷൻ മനസ്സിലാക്കാൻ വെച്ചിട്ടുണ്ടാകും. ആ ഒരു ലൊക്കേഷൻ എല്ലാ ബോട്ടിലും അതുപോലെ കപ്പലിലെല്ലാം കാണിക്കും ഇന്ന സ്ഥലത്ത് ഇത് കിടക്കണ്ടെന്നുള്ളത്, നെറ്റ് കിടക്കണ്ടെന്നുള്ളത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസാനത്തെ നെറ്റിൻ്റെ നേരെ ഒരു കപ്പൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അതിലെ കപ്പലിലെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ സ്രാങ്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അങ്ങനെ നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ച് ആദ്യം തന്നെ നമ്മുടെ ആങ്കർ റോപ്പ് നേരെ വീഞ്ചി കൊടുത്തെടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വല ഇടുന്നതിന് മുമ്പ് നമ്മൾ വെള്ളത്തിൻ്റെ എല്ലാ ഒരു ഇതും ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തേക്കൂടി പോകുന്ന ഷിപ്പുകളെ വിളിച്ച് നമ്മൾ വയർലെസ്സിൽ കോൺടാക്ട് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ഹീറ്റ് അതെന്തോരമെന്ന് നോക്കും. കാരണം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് മീൻ കിട്ടണത്, മീനിൻ്റെ ലഭ്യതയൊക്കെ സ്രാങ്ക് മനസ്സിലാക്കണത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഹീറ്റ് എന്തോരമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണത്, കപ്പലിൽ വിളിച്ച് ചോദിക്കണത് ഞാൻ കേട്ടിരുന്നിട്ട്. അങ്ങനെ നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ട് ഇനി എന്തൊക്കെ മീനുകളാണ് നമുക്ക് വലയിൽ കിട്ടണതെന്ന് നോക്കാം. നല്ല നീല കളർ വെള്ളമുണ്ട് കടലിൽ നോക്കി. സമയം ഒരു 3 മണിയോളമായിട്ടുണ്ടാവും നമ്മൾ വല എടുക്കാനായിട്ട് ആരംഭിച്ചിട്ട്. ആദ്യം തന്നെ ഒരു ചൂര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മുതുക്കു ചൂര, നല്ല വരയൻ ചൂര, ബുള്ളറ്റ് എന്നൊക്കെ പറയൂടി ഇതിനെ. നോക്കി ഉറക്കമൊന്നും കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും ഒന്ന് സ്ലോ ആണ്. കാരണം ഒന്ന് പണിയെടുത്തൊന്ന് എഞ്ചിനൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 3-4 ചൂര അടുപ്പിച്ച് വന്നിട്ടുണ്ട്. മീൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലയിൽ നിന്ന് എടുക്കാനുള്ള ടൈം കിട്ടില്ല, അത്രയും സ്പീഡിലായിരിക്കുള്ളൂ മീൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2.5-3 കിലോളം സൈസ് ഉണ്ടാവും കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ നാഗരാജനും പോയിട്ട് അടുക്കളയിൽ പോയിട്ട് നല്ല കിടിലൻ കട്ടൻ ചായ ഇട്ടുണ്ടാവും. നല്ല ഇഞ്ചിയൊക്കെ ചതച്ച് എല്ലാവരും ആ ചായ കുടിക്കുമ്പോഴേക്കും ഉഷാറായിക്കോളും. എല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കുമല്ലോ ചായ കുടിക്കണം. ഒരു 5 പേര് മാറി ആയിരിക്കുള്ളൂ. ഇപ്പോൾ വല പിടിക്കാനായിട്ട് അവിടെ ഒരു 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടിയിൽ വല സെറ്റ് ചെയ്തിടാൻ 2 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ 5 പേര്, അവരൊരു സെറ്റ്, പിന്നെ അടുത്ത സെറ്റ് ഇവിടെ ചായ കുടിക്കണ്ടാകും. അവർ വന്നു കഴിയുമ്പോൾ ഇവർ പോവും. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയഞ്ചൂരയുണ്ട്.
അങ്ങനെ ആദ്യത്തെ ഒരു വലിയ മീൻ നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. വേറൊരു മീനുമല്ല, ഇവർ പറയണത് കോലാൻ എന്നാണ്, നമ്മുടെ കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അതിനെ വലിച്ച് പൊക്കി കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്നത് ബ്ലൂ മാർലിന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വില കൂടിയ മീനുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന മീനാണിത്. ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്കാണ്, കാരണം നല്ല റേറ്റിന് പോകും കിലോ. ഇത് അത്യാവശ്യം റേറ്റുള്ള മീനാണ് ഈ കോലാൻ അല്ലെങ്കിൽ കട്ടക്കൊമ്പൻ അല്ലെങ്കിൽ ബ്ലൂ മാർലിൻ എന്ന് പറയുന്ന മീനിട്ട്. ഓരോരോ സെറ്റ് വലയായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്, അതനുസരിച്ച് സമയവും പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയി വന്നിട്ടാ പയ്യെ. അപ്പോൾ കൂടുതലും നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സ്രാവാണ്ട, കുട്ടി സ്രാവാണ്. ഇവരിതിനെ പറയണത് പാൽ സുറ എന്നാണ്ട, അതുപോലെ പേപ്പർ സുറ, അങ്ങനെ ഇഷ്ടം പോലെ സ്രാവിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അതിന് ഇവർ പറയണ പേരാണ്ട ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയപ്പോഴേക്കും കടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴ പോലെ ഉണ്ട് കിടക്കണം. ഇത് നോക്കി, കാറ്റില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. കാറ്റില്ലാത്ത സമയങ്ങളിൽ കടലിൽ തിരയുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാമായിട്ടായിരിക്കും കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അറ്റം തൊട്ട് അറ്റം വരെ കാണാനും പറ്റുന്നുണ്ടോ വലയെല്ലാം. അപ്പോൾ അതെ, സൂര്യൻ പയ്യെ ഒതിച്ചിങ്ങനെ കടലിൻ്റെ മുകളിൽ ചുവന്ന് ജ്വലിച്ച് നിൽക്കണേണ്ടിക്കാണ്. നോക്കി എന്താ ഭംഗിയെന്ന്. അടുത്തൊരു മീൻ കുടുങ്ങിയേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോലാനാണ്. അതായത് ഈ കട്ടക്കൊമ്പൻ തന്നെ, ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ തന്നെ. ഇനി ഈ മീൻ പിടുത്തം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഡീപ് സീ ഗിൽനെറ്റ് ബോട്ടുകൾ കൂടുതലുമായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-32 ദിവസത്തെ പണിക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും ടൈം എടുക്കണം. ആഴക്കടലിലായിരിക്കും അവർ പോണത്. അതായത് ആ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-20,000 അടി താഴ്ച ഉണ്ടാകും ആ കടലിൻ്റെ ആഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പലർക്കും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളേ, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ആദ്യം എനിക്കും വിശ്വാസം വന്നില്ല, പക്ഷേ പോയി അനുഭവിച്ച് വന്ന ആളതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഇനി ഫിഷിംഗ് രീതിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എടുക്കണ വലയുടെ നീളം വന്നത് 14 നോട്ടിക്കൽ മൈലായിരിക്കും കേട്ടോ, വലയുടെ നീളം വന്നത്. ഇനി ഈ വലയുടെ വീതി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഭാഗം ഉണ്ടാവും. 9 മാറല്ലെങ്കിൽ ഒരു മാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ 9 ആൾ മുകളിൽ നിൽക്കുമ്പോഴുള്ള ഹൈറ്റ് ആയിരിക്കുള്ളൂ ഈ വലക്ക് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പണിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ അറിയണമല്ലോ, കാരണം കടൽ ഇത്രയും വലുതാണല്ലോ, ഇതിലെവിടെയൊക്കെ മീനുണ്ടെന്ന് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മീൻ കിട്ടിയ ബോട്ടുകാരെ, മുതലാളിമാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഇന്ന പോയിന്റിൽ GPS ഇത്ര ലൊക്കേഷനിൽ നമുക്ക് മീൻ കിട്ടിയിരുന്നെന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊഴുക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്രാങ്ക് ഇനിയിപ്പോൾ മീൻ എങ്ങോട്ട് ഓടിപ്പോകും എന്നുള്ളത് ഇതനുസരിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ വെറുതെ ജസ്റ്റ് വല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. വെള്ളത്തിലേക്ക് ഇടുന്ന ഈ വല വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ കിടക്കും. അതായത് ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിനെ ഒഴുക്കുവല എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലയിനകത്ത് ഇതുപോലെയുള്ള മീനുകൾ, വലിയ മീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓലക്കൊടിയനും അതുപോലെ കട്ടക്കൊമ്പനും അങ്ങനത്തെ മീനുകളെല്ലാം കൂടുതലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അധികം ആഴങ്ങളിലേക്ക് പോകാത്ത മീനുകളാണ് ഇതെല്ലാം. ഇതുങ്ങളൊക്കെ കടലിൻ്റെ മുകളിൽ തന്നെ, അതായത് അധികം ആഴങ്ങളിലേക്ക് പോകാത്ത മീനുകളാണ് ഇത്, ഓലക്കൊടിയൻ, കട്ടക്കൊമ്പൻ, അതുപോലെ ഈ ചൂരയൊക്കെ. അങ്ങനെ നമ്മൾ ഈ വലയിൽ കുടുങ്ങി ഇതുങ്ങൾക്ക് ചത്തുപോകും. ഇതുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും. കാരണം ഇതുങ്ങൾക്ക് ഇതിൻ്റെ ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ ഗിൽസ് ഓപ്പൺ ചെയ്യണമല്ലോ, ഗിൽസിലൂടെയാണ് അല്ലെങ്കിൽ ചെകിളയിലൂടെയാണ് ഇതുങ്ങൾ ശ്വാസം എടുക്കുന്നത്. വലയുടെ ഉള്ളിൽ കുടുങ്ങി കഴിയുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതുങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതനുസരിച്ചുള്ള ഓക്സിജൻ വലിച്ചു കയറ്റാനായിട്ട് ഇതുങ്ങൾക്ക് ഗിൽസ് തുറക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ ഇതുങ്ങൾ അങ്ങനെയാണ് ചത്തു പോണത്. അതാണ് ഒട്ടുമിക്ക മീനുകൾ നമ്മുടെ വലയിൽ വരുമ്പോൾ ചത്തു വന്നത്. 2 മൈൽ പിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഞ്ചിനകത്ത് മീനുകളെ തൂക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതലുള്ള വെയിറ്റുള്ള മീനുകളൊന്നും ആ വലയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇടേണ്ട ചെയ്യുന്നത്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ മീനുകൾ ജസ്റ്റിനായിരിക്കും ആ വലയിൽ കുടുങ്ങി കിടക്കണം. നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലയിൽ നിന്ന് തട്ടി നേരെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നൽ വരും. അത് ഇവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ മീൻ തട്ടിപ്പോകുമെന്ന് തോന്നുമ്പോൾ തന്നെ നേരെ ഒരാൾ കടലിലേക്ക് ചാടിയിട്ട് ആ മീൻ ആ വലയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് നേരെ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് റോപ്പ് ഇട്ടിട്ട് പൊക്കി ബോട്ടിലേക്ക് കയറ്റേണ്ട ചെയ്യണത്. ഈ പണിക്ക് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഉറക്കം ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള പണിയായിരിക്കുള്ളൂ ഈ ബോട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പണിയും ഉണ്ടട്ടോ അതനുസരിച്ചുള്ളത്. ചില മീനുകൾ നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് വലയിൽ നിന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഡീപ്പിലേക്കായിരിക്കുള്ളൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത്രയും ആഴത്തിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നമുക്ക് നീന്തി എടുക്കാൻ പറ്റാത്ത അത്ര ആഴത്തേക്ക് എത്തിയിട്ടുണ്ടാവട്ടെ. അപ്പം ഞങ്ങൾക്കൊരു തെരണ്ട് കിട്ടിയിട്ട് അത് ഇതുപോലെ തന്നെ വലിച്ച് പൊക്കിക്കയറുന്ന സമയത്ത് വലയിൽ നിന്ന് തട്ടി ആഴങ്ങളിലേക്ക് പോകേണ്ടി കാണുന്നത്.
ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കി ഡേ തന്നെയുണ്ട്. കാരണം നാട്ടിലേക്ക് തിരിച്ചു പോണതിൻ്റെ പേരിലാണെന്നാവും. എന്തായാലും ഇഷ്ടം പോലെ മീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഒരു വലയിൽ തന്നെ 3 മയിലാണ് ഒരുമിച്ച് വന്നിട്ട്. ഓലക്കൊടിയനെ ഇവർ വിളിക്കണ പേരാണ്ട മയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഓലക്കൊടിയൻ അല്ലെങ്കിൽ ഓലമീൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരവിടെ വിളിക്കണത് മയിലെന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിലുണ്ടാ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ, അതായത് ക്വാളിറ്റി ബേസാണ് ആ പറയുന്നത്. അപ്പോൾ അതെ 1, 2, 3-ാമത്തേൻ്റെ വന്നുകൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. അടുത്തൊരു കോലാമീൻ വലയിൽ നിന്ന് തട്ടിപ്പോയിട്ടാ കറക്റ്റായിട്ട് രമേശനൻ കടലിലേക്ക് ചാടി ആ മീനിൻ്റെ കൊമ്പുമ പിടിച്ച് വലിച്ച് കയറ്റിക്കൊണ്ടു തന്നെയാണ് ഈ കാണുന്നത്. റോപ്പ് ഇട്ട് കൊടുക്കും. റോപ്പ് മീനിൻ്റെ വാലി കെട്ടും. വാലി കെട്ടിയിട്ട് വലിച്ച് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറ്റിട്ടോട്ടെ. വലിയ മീനുകൾ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് കൈക്ക് പൊക്കാൻ പറ്റാത്ത മീനാണെന്നുണ്ടെങ്കിൽ നേരെ കപ്പിയിൽ കൊളുത്തി അതുപോലെ തന്നെ കൊളുത്തിട്ട് നമ്മൾ മീനിൻ്റെ മേത്ത് ഇങ്ങനെ കൊളുത്തി പിടിക്കും. അപ്പോൾ അതായത് നമുക്ക് കിട്ടിയാണ് കോലാനും അതുപോലെ തന്നെ ഓലക്കൊടിയനും എല്ലാമാണ് ഈ കാണുന്നത്. ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞാൽ നെയ്മീനാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നെയ്മീനല്ലണ്ട, ഇതാണ് ചെവരവായ എന്ന് പറയും. അതായത് നെയ്മീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നെയ്മീനാണ്. എവിടെയാണ് മീനുള്ളത് എവിടെയാണ് കാണിച്ചാൽ ഞങ്ങൾക്ക് മീനുള്ളത് പോണ്ടോ? പോടുങ്ങ. നമ്മുടെ ഈ ബോട്ടിലുള്ള ആൾക്കാർ പറയുന്നതാണ്, അതായത് ഈ ആമ വലയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ അത് നീന്തിപ്പോണ ആ ഒരു ഡയറക്ഷൻ ഏതാണ് അവിടെ മീൻ ഉണ്ടാവുമെന്നാണ് പറയണേന്ന് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംഭവം ഇത് ആളുകൾ മുന്നുള്ള പഴയ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടവരങ്ങനെ പറയണേണ്ട. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നോക്കി നിൽക്കാനാണ് ഒരു മീൻ ഞങ്ങളുടെ വലയിൽ നിന്ന് തട്ടിപ്പോയി. നേരെ ആൽബർട്ട് എടുത്ത് നേരെ കടലിലേക്ക് ചാടി. മീൻ പോണ ആഴം ശ്രദ്ധിച്ചിട്ട് ആൽബർട്ട് നേരെ കടലിലേക്ക് കുതിച്ചിട്ട് അത്യാവശ്യം ആഴങ്ങളിലേക്ക് ആ മീൻ പോയത് ചെറിയൊരു മീനാണെങ്കിൽ പോലും നമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണ് ആ മീൻ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിലയുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ നല്ല പൈസ കിട്ടുന്ന മീനൊന്നും കേട്ടോ. മാഹിന്നും അതുപോലെ ചെയിങ്കവർന്നും പിന്നെ പർലാമീനും അങ്ങനെ പല പേരുള്ളൊരു മീനാണ്. അപ്പോൾ അടിയിൽ പോയി കുതിച്ചു വന്ന ആ ഒരു ഇതിനകത്ത് കുറച്ചണച്ചു പോയി. അങ്ങനെ നേരെ നമ്മൾ റോപ്പ് ഇട്ട് കൊടുത്ത് റോപ്പിൽ വലിച്ചാണ് ആൽബർട്ടിനെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ച്. അപ്പോൾ ആ മീനെ വായിൽ കടിച്ചു പിടിച്ചാണ്ട് മുകളിലേക്ക് കയറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച കളറാണ് ഈ മീൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിലാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ജീവനോടെ ഉള്ളപ്പോൾ ഒരു കളറ്, ചത്ത് കഴിയുമ്പോൾ വേറൊരു കളറ്, അങ്ങനെ പല ടൈമിൽ കളർ വ്യത്യാസം വന്നൊരു മീനാണിത്. അപ്പോൾ അതേ ആൽബർട്ട് ആ മീനെ കടിച്ചു പിടിച്ചിട്ട് വായിൽ കടിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോകാനാണ്. കടലിൽ ചാടുമ്പോൾ സിമ്പിളാണെന്ന് ആരും വിചാരിക്കുന്നത് കേട്ടോ. നല്ല വലിവായിരിക്കുള്ളൂ. വെള്ളം വലിവ് നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ നീന്തി നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അണച്ചു പോകും. അതാണ് ഈ റോപ്പ് ഇട്ട് കൊടുത്തിട്ട് റോപ്പിൽ പിടിച്ചു കിടക്കുന്നത്. ബോട്ടിൻ്റെ അടുത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ പൊന്തിക്കഴിയുമ്പോൾ പൊന്തിക്കണം ചിലപ്പോൾ കുറച്ച് മാറിയായിരിക്കുള്ളൂ. അത്രയും വലിവുണ്ടാകും വെള്ളം വലിവ്. അങ്ങ് ദൂരേന്ന് ഒരു ചൂണ്ട ബോട്ട് പോകണേണ്ടി കാണണം. ചൂണ്ട ബോട്ട് മറ്റേ സ്രാവിനെയൊക്കെ പിടിക്കണം മെയിനായിട്ടുള്ള ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 വള്ളമാണ് കെട്ടി വലിച്ചുകൊണ്ട് പോകണേട്ടാ. കാരണം രാത്രി പണിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ വള്ളത്തിനകത്തേക്ക് ആളുകൾ കയറിയിട്ട് ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ വള്ളത്തിലിരുന്നായിരിക്കുള്ളൂ പണിയെടുക്കുന്നത്. കിട്ടിയതിൽ ഒരു വലിയ ചൂര നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ചൂരെടുത്തിട്ട് അവരുടെ ഫിഷ് കട്ടിങ് ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു തൊലിയെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മീറ്റ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സെൽവം മീറ്റ് മാത്രം എടുത്തേക്കാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് പക്കോട എന്ന് പറയൂട്ടെ. ഫുഡ് അതെല്ലാ ദിവസവും വെറൈറ്റി സംഭവങ്ങളാണ് നമ്മുടെ ഈ ബോട്ടിനകത്ത് ഉണ്ടാക്കണേണ്ട. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് പക്കോട ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ മീറ്റ് മാത്രം ഇങ്ങനെ കൈ കൊണ്ട് പീച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഈ മുളക് അതുപോലെ വറ്റൽ മുളക് പിന്നെ ഈ മസാലപ്പൊടി പിന്നെ കടലമാവ് പോലത്തെ എന്തൊരു സംഭവം ഉണ്ട്. അതും പിന്നെ അതെന്തോ പൊടിയാണ്, അതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഈ ജീരകം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. മിക്സ് ചെയ്തിട്ടിട്ട് ഈ സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്ന സംഭവം ഉണ്ട് നമ്മുടെ ഈ ഒരു ഫിഷ് പക്കോട എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ മാത്രം കണ്ടുവന്നൊരു ഇതാണ്ട്. ഈ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിക്കോണ ബോട്ടുകളിൽ മീൻ വറക്കാനും എല്ലാ പരിപാടികൾക്കും, അതായത് വറക്കലും അതുപോലെ ഇതുപോലെ കടികളും പക്കോടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പൊടി മെയിനായിട്ട് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല എന്ന് പറയുന്ന ഒരു പൊടിയാണ്. അതായത് 65 മസാല മിക്സാണത്.
ആ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ മസാലകളൊന്നും വേണ്ട. സംഭവം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ, എന്ത് മായാജാലമാണ്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് കളറും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വറക്കാനിടണേണ് ഈ കാണുന്നത്. പലർക്കും ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതി കാണുമ്പോഴും അതുപോലെ കിച്ചൺ കാണുമ്പോൾ എല്ലാം അറപ്പും വെറുപ്പൊക്കെ തോന്നാം. അങ്ങനെ തോന്നിയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് കടലാണ്, അതുമാത്രമല്ല അതൊരു ചെറിയ ബോട്ടുമാണ്. അപ്പോൾ ഇതിലുള്ള സൗകര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നത്തേക്ക് 29 ദിവസമായല്ല കടലിൽ. അപ്പോൾ ഇവർക്കറിയാവുന്ന തമിഴും അതുപോലെ എനിക്കറിയാവുന്ന മലയാളം എല്ലാം ഞാൻ ഇവർക്കും അതുപോലെ അവരെനിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ചൂര വെച്ചുണ്ടാക്കിയ ഫിഷ് പക്കോടയും അതുപോലെ കഞ്ചിയും, അത് രണ്ടും കൂടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത്. പക്കോടൊപ്പം കുറച്ച് കട്ടൻ ചായ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് കഞ്ഞിയുടെ ഒപ്പം അങ്ങോട്ട് ഇറങ്ങണില്ല, എന്താണെന്ന് ഒരു രണ്ടും അങ്ങോട്ടൊരു കോമ്പിനേഷൻ ഇല്ല കേട്ടോ. അതെല്ലാം കഴിച്ച് ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭീമനാമ നമ്മുടെ വലയെ കുടുങ്ങിയിട്ട് അതിങ്ങനെ ബീഞ്ചിൽ വലിച്ചടിച്ച് മുകളിലേക്ക് കയറ്റാനായിട്ട് നമുക്ക് പറ്റണില്ല, കാരണം അത്രയും വെയിറ്റ് ഉണ്ടായിന്. ഒരു വയസ്സനായ ആമയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോരം നോക്കിയിട്ടും പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല തെന്നിച്ച് മാറ്റിയൊക്കെ ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആള് ഊഞ്ഞാലി കിടക്കണ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കേണ്ട. രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം അതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒടുവിലത്തെ ശ്രമത്തിനിടയിൽ രക്ഷപ്പെട്ട ആൾ പോണേണ്ടി കാണുന്ന ഒരു കണക്കിന് പോണ വഴിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലവൊക്കി നമുക്കൊരു ഗുഡ് ബൈയും പറഞ്ഞിട്ടാണ് പോണത്. വീണ്ടും ഒരു മീൻ നമ്മുടെ വലയിൽ നിന്ന് തട്ടിപ്പോയിട്ടാ. വേറെ ഒന്നുമല്ല, ഒരു കുട്ടി സ്രാവാണ്. ആ മീനെ പിടിക്കാനായിട്ട് നേരെ സരുടുത്ത് കടലിലേക്ക് ചാടിയിട്ടാ. ഈ മീനുകളുടെയൊക്കെ ആഴക്കടലിൽ മീനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിലുള്ള ചെതമ്പലും അതുപോലെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മേത്തുകൊള്ളുമ്പോണ്ടല്ലോ, ഓൺ ദ സ്പോട്ടിൽ തന്നെ ചൊറിച്ചിലും അതുപോലെ വലിയ വലിയ പാടുകൾ വരെയും വരോട്ടെ. ഈ സ്രാവിനെ പൊക്കിക്കൊണ്ട് വന്ന സമയത്ത് അതിൻ്റെ എന്തോ ഒന്ന് സരോൻ്റെ കയ്യിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കയ്യിൽ മൊത്തം ഒരു വെള്ളപ്പാണ്ട് പോലെ ഇരുന്ന് ഭയങ്കര ചൊറിച്ചിലുമായിരുന്നിട്ടാ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കുട്ടി സ്രാവിൻ്റെ കണ്ണൂക്കി. ഇതിനെ ഇവർ പാൽസുറ എന്നാണ് പറയണത്. കണ്ട സമയം ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടാ. വെയിൽ മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ വെയിലത്ത് നിന്നാണ് നമ്മൾ വല കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇപ്പം കയറിക്കൊണ്ടിരിക്കണ കെട്ടാപ്പിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവാണ് കിട്ടുന്നത്. ഇഷ്ടംപോലെ സ്രാവ് നമ്മുടെ വലയിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്രാവും വന്നുണ്ട്, അതുപോലെ തന്നെ ചൂരയും വന്നുണ്ട്. കടലിലേക്ക് സൂക്ഷിച്ച് നോക്കാൻ നേരത്തെ നമ്മുടെ വലയുടെ ഉള്ളിൽ മീൻ കിടക്കുമ്പോൾ ഇതുപോലെ കിടന്ന് ഇങ്ങനെ വെയിലടിക്കുമ്പോൾ തിളങ്ങും കിടന്ന്. രാത്രിയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല, അപ്പോൾ ആ ലൈറ്റിൻ്റെ ഇതിൽ കിടന്ന് തിളങ്ങും. കണ്ട ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചൂരയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ സ്രാവും വന്നുണ്ട് കേട്ടോ. അങ്ങനെ വല എടുത്തു കഴിഞ്ഞ് ഇനി പിടിച്ച മീനുകളെല്ലാം നേരെ സ്റ്റോർ റൂമിലേക്ക്, അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ടു കര, നേരെ നമ്മൾ നാട്ടിലേക്ക് ഓടിപ്പോയിന്. നാട്ടിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കയറുന്നത് കൊച്ചിയിലാണ്, പക്ഷേ ഈ പ്രാവശ്യം കയറുന്നത് കൊച്ചിയിലല്ല, തൂത്തുക്കുടി തറവേക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ എല്ലാ മീനുകളും പിടിച്ച് നേരെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നേരെ ബോട്ടിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടിയും പറയുന്നതാണ്, ഈ 32 ദിവസമൊക്കെ എത്തി വന്ന ബോട്ടിൻ്റെ മീനുകളെല്ലാം നമ്മൾ കഴിക്കാനായിട്ടുള്ള ഉപയോഗിക്കണം. ചിലതെല്ലാം വളത്തിനും അതുപോലെ കോഴിത്തീറ്റ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് പോണത്. ചില മീനുകൾ ഫ്രഷ് മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതുപോലെ കഴിക്കാനൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. ரொம்ப ஓரம் வச்சிருச்சுட்டு இருக்காரு. ஓரங்க
ഇതിപ്പോൾ അവസാന വലകളിൽ കിട്ടിയ മീനുകളാണ്ട് ഈ കാണണം. നമ്മൾ ഇന്നലെ വെളുപ്പിന് 3 മണിക്ക് വലെടുക്കാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് വലെടുക്കാനായിട്ട് തുടങ്ങിയാണ്. എടുത്തു കഴിഞ്ഞ് 11 മണിയാണ്. അപ്പോൾ അത്രയും നേരമുള്ള മീനൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നേരെ സ്റ്റോർ റൂമിലേക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അവസാനം വലയിൽ വന്ന മീനുകളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് അട്ടിയാക്കി വെച്ചുകൊണ്ടിരിക്കണ കേട്ടോ. കണ്ട അപ്പോൾ ആദ്യം ഇപ്പം ഇന്ന് കിട്ടിയ മീനാണ് ഇപ്പോൾ ഈ മുകളിൽ ഏറ്റവും മുകളിൽ വന്നേക്കണം. ആദ്യം കിട്ടിയ മീനുകളൊക്കെ ഏറ്റവും അടിയിലായിരിക്കുള്ളൂ. അതെല്ലാം ജ്യൂസ് പരുവത്തിലായിട്ടുണ്ടാകും. അതെല്ലാം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ് ആയിരിക്കില്ല, കോഴിത്തീറ്റ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇരിക്കുള്ളൂ പോണത്. മീനെല്ലാം സ്റ്റോർ ചെയ്ത് അതുപോലെ തന്നെ ഉച്ചക്കലത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ കിട്ടിയ ഒരു ചെയിൻ കവർ എടുത്ത് നേരെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ചെയിൻ കവർ കറിയാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ മുകളിലേക്ക് വരുന്നത്. പിന്നെ ആ പന്നിക്കോലാൻ ചെറുതെടുത്താണെന്ന് വെച്ചാൽ ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ പീസുകളാക്കി ഉണക്കാനായിട്ടാണ്. ഓടിപ്പോണ വഴിക്ക് നമ്മുടെ കൂട്ടബോട്ട് എടുത്തു വന്നിരുന്നുണ്ട്. ആ കൂട്ടബോട്ട് എടുത്തു വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീസൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്.